ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. സോ ക്വസ്റ്റ്യനിലൂടെയാണ് അവസാനിച്ചത്. ഡിഡ് യു ഹാവ് ടു വെറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വർ മൈ ഏജ്. നെക്സ്റ്റ് ഭാഗം, ഓൾ ദിസ് ഈസ് ഹാപ്പണിംഗ് ബിഫോർ അവർ ഐസ് ആൻഡ് യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദി ടൈം വി വാണ്ട് ആൻഡ് ഓൾ ദി സൊല്യൂഷൻസ്. എന്താ പറയുന്നത്? ഓൾ ദിസ് ഈസ് ഹാപ്പണിങ്, ദീസ് ആർ ദ ഹാപ്പണിങ് തിങ്സ്, ദീസ് ആർ ഹാപ്പൻഡ് ഇൻ അവർ നേച്ചർ, ദീസ് ആർ ഹാപ്പൻഡ് ഇൻ അവർ എൻവയോൺമെൻറ്റ്. എന്താണ്? നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞു, ഹാപ്പണിങ് ആണ്. കഴിഞ്ഞത് മാത്രമല്ല, നൗ ഡേയ്സ് ഹാപ്പണിങ് ടു. എന്താണ്? ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നതൊക്കെ. സോ എന്താണ്? ഓൾ ദിസ് ഈസ് ഹാപ്പണിങ് ബിഫോർ അവർ ഐസ്, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ, നമ്മുടെ ബിഫോർ അവർ ഐസ്, നമ്മുടെ കണ്ണുകളിൽ കാണുന്ന കാര്യങ്ങളാണ് ഇത്ര നേരം പറഞ്ഞത്. ആൻഡ് യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദ ടൈം വി വാണ്ട് ആൻഡ് ഓൾ ദ സൊല്യൂഷൻ. ബട്ട് എന്താണ്? യെറ്റ് വി ആക്ട് ആസ്. സോ എന്താണ്? യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദ ടൈം വി വാണ്ട് ആൻഡ് ഓൾ ദ സൊല്യൂഷൻ. എന്താണ്? നമുക്ക് ഇഫ് വി ഹാവ് ഓൾ ദ ടൈം, നമുക്ക് വി വാണ്ട് ആൻഡ് ഓൾ ദ സൊല്യൂഷൻ, നമുക്ക് എല്ലാ സൊല്യൂഷനും നമ്മളെ കയ്യിലുണ്ട്. ബട്ട് യെറ്റ് വി ആക്ട്, നമ്മളെപ്പോഴും എന്താണ്? ആക്ട് ചെയ്യാണ്. സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും അതൊരു ആക്റ്റായിട്ട് മാറുന്നു. നെക്സ്റ്റ്, ഐ ആം ഓൺലി എ ചൈൽഡ്. ആസ് യൂഷ്വൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഐ എം ഓൺലി എ ചൈൽഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഓൾ ദ സൊല്യൂഷൻ. എനിക്ക് എന്താണ്? ഐ ഹാവ് സം ലിമിറ്റ്സ്. എന്താണ്? ബിക്കോസ് ഐ എം എ ചൈൽഡ്. എനിക്കൊരുപാട് ലിമിറ്റ്സ് ഉണ്ട്. ഞാനൊരു ചൈൽഡാണ് അല്ലേ? ചൈൽഡ് കുട്ടികൾക്ക് ചെയ്യുന്നതിലൊരു ലിമിറ്റ്സ് ഉണ്ട്. ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ്. ബട്ട് എന്താണ്? ഐ എം ഹിയർ ടു സ്റ്റാൻഡ്, അല്ലെ ഐ എം ഹിയർ ടു ടോക്ക്, ഐ എം ടു സ്പീച്ച്, ടു റിയലൈസ് ഓൾ ഓഫ് യു. നിങ്ങളെ റിയലൈസ് ചെയ്യാൻ, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നെയ്തർ ഡു യു, അല്ലാതെ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാനല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കുറേ എന്താണ് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളോട് ക്വസ്റ്റ്യൻ രീതിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. യു ഡോണ്ട് നോ ഹൗ ടു, നമുക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ. യു ഡോണ്ട് നോ, നമുക്കറിയില്ല എങ്ങനെ അത് വന്നു എന്നുള്ളത്. യു ഡോണ്ട് നോ, യു ഡോണ്ട് സീ. You don't know how to bring salmon back up a dead stream. എന്താണ്? You don't know how to bring salmon back up a dead stream. നിങ്ങൾക്കറിയില്ല എന്താണ് ഈ സാലമൺ എന്ന് കേട്ടിനോ? സാൽമൺ അല്ലെ സാലമൺ എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ഫിഷാണ്, ഒരു തരത്തിലുള്ള മത്സ്യമാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ കൂടുതലായിട്ട് മീൻസ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ സാൽമൺ എന്നുള്ളത്. അവർ വളർത്തുന്ന ഫിഷാണ്. സോ ഈ സാൽമണിനെ കുറിച്ച് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. സോ എന്താ പറയുന്നത്? സോ യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് സാൽമൺ ബാക്ക് അപ്പ് എ ഡെഡ് സ്ട്രീം. സോ എന്താ ഇവിടെ പറയുന്നത്? യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് സാൽമൺ ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം. സോ സാൽമൺ എന്നുള്ള മത്സ്യം ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം, നമ്മുടെ അരുവികളിൽ, നമ്മുടെ പുഴകളിൽ വീണ്ടും എന്താണ് ഡെഡ് സ്ട്രീമിലല്ലാതെ ഒരു എന്താണ് ഫ്രഷ് സ്ട്രീമിൽ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് റിവറിൽ വരണം. മീൻസ് സാൽമൺ ചത്തൊടിഞ്ഞ ഒരുപാട് സ്റ്റോറീസൊക്കെ, ഷോർട്ട് സ്റ്റോറീസൊക്കെ ഉണ്ട്. ഇപ്പോഴും എന്താണ് ഈ നൈൽ നദീതീരത്തൊക്കെ സാൽമൺ ഉള്ള തീരമാണ് നൈൽ നദീതീരമൊക്കെ. അവിടെ നിന്ന് സാൽമൺ ചത്തൊടിഞ്ഞ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് റൈറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സാൽമണിനെ കുറിച്ചും നൈൽസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അവിടെയും അതാണ്, നമ്മുടെ റിവേഴ്സിലൊക്കെ സാൽമൺ തിരിച്ചു കൊണ്ടുവരിക. യു ഡോണ്ട് നോ ഹൗ ടു, അതൊന്നും നമുക്കറിയില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ബാക്ക് എൻ ആനിമൽ നൗ എക്സ്റ്റിങ്ക്റ്റ്. എങ്ങനെ പോയ ആനിമൽ, നമ്മുടെ ഭൂമുഖത്ത് നിന്ന് വാനിഷ് ആയിപ്പോയ ആനിമൽസിനെ തിരിച്ച് ടു ബ്രിങ് ദം, അവരെ എങ്ങനെ നമുക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കറിയില്ല. ആൻഡ് യു കാൺ ബ്രിങ് ബാക്ക് ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്രൂ വേർ ദർ ഈസ് നൗ ഡെസേർട്ട്. ഇപ്പോൾ ഡെസേർട്ടായി, മരുഭൂമി ആയിക്കൊണ്ടിരിക്കുന്ന, പണ്ട് ഫോറസ്റ്റായിട്ട് തിങ്ങി നിറഞ്ഞ കാടായിരുന്ന ഒരു ഭാഗങ്ങൾ ഇന്ന് മരുഭൂമിയാണ്. ആ മരുഭൂമി ഫോറസ്റ്റാക്കി മാറ്റാനും നമുക്കറിയില്ല. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ്, യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ്, സോ പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ്. അതൊരു കമാൻഡായിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. സോ വൈ ഡു യു
എന്താണ് വൈ ഡു യു ബ്രേക്കിംഗ് ഇറ്റ്, എന്തിനാണ് നിങ്ങൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത്. എന്താണ് പ്ലീസ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഇറ്റ്. കമാൻഡ് അല്ല, പ്ലീസ് എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ആണ്, പക്ഷെ ആ ഒരു വോയിസ് ഭയങ്കര കമാൻഡറൈസ് ആയ രീതിയിലാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കാം.